ജനസമ്പർക്ക പരിപാടി അവതാളത്തിലായതോടെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള പ്രചരണ പരിപാടികൾക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടക്കമിടുന്നു. സോളാർ കേസിൽ ജനക്ഷേധം ഭയന്നാണ് ഉമ്മൻചാണ്ടി പ്രചരണത്തിന്റെ പുതുവഴികൾ തേടുന്നത്. യുവ സംരംഭകത്വ ദിനത്തിൽ ഗൂഗിൾ ഹാങ് ഔട്ട് വഴി വിദ്യാർത്ഥികളോട് സംവദിച്ചതിന് പിന്നിൽ ഇടത് പ്രതിഷേധത്തെ നേരിട്ട് ഭയക്കേണ്ടെന്ന തന്ത്രം കൂടിയുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെയാണ് ഏറ്റവുമധികം ആരോപണങ്ങളും വിമർശനവും ഉയർന്നത്. സംസ്ഥാനത്തെല്ലായിടത്തും ഇടതു പ്രതിഷേധങ്ങളെ ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടിയും വന്നു. നിരവധി കാരണങ്ങൾ നിരത്തിയാണ് ജനസമ്പർക്ക പരിപാടി പലതവണ മാറ്റിയത്. പ്രതിഷേധാണ് പല പരിപാടികളും ഉമ്മൻചാണ്ടി ഉപേക്ഷിക്കുന്നതെന്നാണ് സ്വന്തം ഗ്രൂപ്പിലെയും അടക്കം പറച്ചിൽ. ഓണത്തിന് ശേഷം നടത്തുമെന്ന് പറയുന്ന ജനസമ്പർക്ക പരിപാടിയും ഇക്കൂട്ടത്തിൽപ്പെടുത്തി ഉപേക്ഷിച്ച മട്ടാണ്. പൊതുപരിപാടികളിൽ മാത്രമല്ല, പോകുന്ന വഴിയിലും ഉമ്മൻചാണ്ടി പ്രതിഷേധത്തെ ഭയക്കുന്നുണ്ട്. ഇതിനു പിന്നാലെയാണ് LDF മുഖ്യമന്ത്രിക്കെതിരെ ഉപരോധ സമരം കൂടി പ്രഖ്യാപിച്ചത്. ഇതോടെ പൊതുപരിപാടികൾ പലതും മുഖ്യമന്ത്രിക്ക് ഇനി ഒഴിവാക്കേണ്ടി വരും. KPCCയുടെ പരിപാടികളിൽ ഐ ഗ്രൂപ്പിന്റെ ആധിപത്യമാണ്. ഐ ഗ്രൂപ്പിന്റെ ചില നിലപാടുകൾ കാരണം പാർട്ടി യോഗങ്ങളിൽ കാര്യമായ പരിഗണന ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ ലഭിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് ആധുനിക സങ്കേതങ്ങൾ തിരഞ്ഞെടുത്ത് മുഖം മിനുക്കാൻ ഉമ്മൻചാണ്ടി പുതിയ ശ്രമം നടത്തുന്നത്. ഇപ്പോഴാകട്ടെ ഇതിനായി ഔദ്യോഗിക സംവിധാനങ്ങൾ വിനിയോഗിക്കാനുമാകും. ഇതിന്റെ പരീക്ഷണമാണ് യുവസംരംഭകത്വ ദിനത്തിൽ ഗൂഗിൾ ഹാങ് ഔട്ട് വഴിയുള്ള പ്രകടനത്തിലൂടെ മുഖ്യമന്ത്രി നടത്തിയതും. കൂടുതൽ മേഖലകളിലേക്ക് ഓൺലൈനുള്ള സാങ്കേതിക വിദ്യയുടെ സഹായം പ്രയോജനപ്പെടുത്താനാകുമോ എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അന്വേഷിക്കുന്നതും. എന്തായാലും ഓണത്തിരക്കിന് ശേഷം ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വരിക കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തെയാവും. ഇത് മറികടക്കാനുള്ള തന്ത്രം കൂടിയായാണ് പുതിയ പരീക്ഷണങ്ങളെ ഉമ്മൻചാണ്ടി കാണുന്നതും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.